കേരള നിയമസഭയിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശനും അതുപോലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയനും തമ്മിൽ ഒരു വാക്പോരുണ്ടായി. ആ വാക്പോരുണ്ടായതിൻ്റെ കാര്യം വി ഡി സതീശൻ ആദ്യമേ തന്നെ ഒരു പ്രസംഗം നടത്തിയതാണ്. ആ പ്രസംഗം എന്ന് പറയുന്നത് അദ്ദേഹം ഫാസിസത്തോട് പലപ്പോഴും കൈകോർത്തവരാണ് സി പി എമ്മുകാർ അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാർ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടും അത് ലോകത്തെമ്പാടും തന്നെ ഇങ്ങനെ നിങ്ങൾ പലവട്ടം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടുമൊക്കെ തന്നെ അദ്ദേഹം ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് റഷ്യ ഭരിച്ചിരുന്ന സ്റ്റാലിൻ തന്നെ ഒരു ജർമ്മനിയുമായിട്ട് ഒരു അനാക്രമണ സന്ധി 1939 ഓഗസ്റ്റ് 23 ഒപ്പിട്ടിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ അത് അറിയപ്പെടുന്നത് മൊളോട്ടോവ് റിബൻട്രോപ്പ് പാക്ട് എന്നുള്ള ഇടക്കാണ്. എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 23, 1939 അത് ഒപ്പിട്ടിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് പണ്ട് മുതലേ തന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന മാർക്സിസ്റ്റുകാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇത്തരത്തിൽ ഫാസിസ്റ്റുകളുമായിട്ട് സന്ധി ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അതിൽ വി ഡി സതീശൻ പറഞ്ഞതിൽ ഒരു അർദ്ധസത്യം മാത്രമേ ഉള്ളൂ. കാരണം ഈ പാക്ട് ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ 1917 റഷ്യയിൽ വിപ്ലവം നടന്നതിന് ശേഷം കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിലേക്ക് വന്നതിന് ശേഷമൊക്കെ തന്നെ ഒരു സോഷ്യലിസ്റ്റ് ഭരണകൂടം അധികാരത്തിലേക്ക് വന്നതിന് ശേഷമുള്ള പ്രത്യേക ചില സാഹചര്യങ്ങൾ കൊണ്ടിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പാക്റ്റിലേക്ക് ഒപ്പിട്ടിട്ടുള്ളത്. അല്ലാതെ അവർ ജർമ്മനിയോട് പിന്നീട് വലിയ യുദ്ധം പ്രഖ്യാപിച്ചവരാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ ജർമ്മനിയോടോ ഹിറ്റ്ലറോടോ ഒന്നും ചേർന്ന് നിന്നിട്ടുള്ള ആളുകളല്ല കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത്. അത് തെറ്റായിട്ടുള്ളൊരു പ്രചരണമാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലാണെന്നാണ് എൻ്റെ ഓർമ്മ, നമ്മുടെ മീഡിയ വണ്ണിൻ്റെ അജിംസും അതുപോലെ തന്നെ ദാവൂദുമൊക്കെ വന്ന് അവരുടെ പണിയെടുക്കാൻ തുടങ്ങിയിരുന്നു. ആ പണിയെടുക്കുന്നതിൽ അവർ പറയുന്ന ചില കാര്യങ്ങൾ കൂടി കേൾക്കാം. അതിൽ വളരെ വിചിത്രമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അതിനകത്ത് തെറ്റുണ്ട്. ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ചൂണ്ടിക്കാണിക്കുന്നില്ല, കാരണം ഒരു ഡ്രൈ ആയിട്ടുള്ള ചരിത്രത്തിലൊരു സംഭവമായതുകൊണ്ട്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാതെ വയ്യ. അതുകൂടി നിങ്ങളൊന്ന് കേൾക്കണം. ഇത് മുഴുവനായും നിങ്ങളൊന്ന് കേൾക്കുക. കേട്ടങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വലിയ കുഴപ്പം തോന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പറയണത് കൂടി കേൾക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ക്ലാരിറ്റിയോടുകൂടി കൃത്യമായിട്ട് എന്താണ് കുഴപ്പമെന്ന് മനസ്സിലാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് കേൾക്കണം. എങ്ങനെയാണ് ആടിനെ പട്ടിയാക്കുന്നതെന്നും പേപ്പട്ടിയാക്കുന്നതെന്നുമുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇവരുടെ മാധ്യമ പ്രവർത്തനം. ചർച്ചയിൽ, ഡിബേറ്റിൽ, വാക്പോരിലൊക്കെ ആര് മുൻതൂക്കം എടുക്കും, ആര് മേധാവിത്വം എടുക്കും എന്ന ചോദ്യത്തിനുള്ള സൂചനകൾ ഇന്നലത്തെ ചർച്ചയിൽ ഉണ്ടായോ? എന്താണ് ഇന്നലത്തെ ചർച്ച മൊത്തത്തിൽ നൽകുന്ന ചില മെസ്സേജസ്? ഇന്നലത്തെ ചർച്ച പലവിധം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ചർച്ചയായിരുന്നു. അതിലൊന്ന് ജർമ്മനിയും സോവിയറ്റ് യൂണിയനും ഉണ്ടാക്കിയ പാക്ട് മുതൽ അങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളിൽ അതിൽ പി സജീന്ദ്രൻ, പി രാജീവിനെ ട്രോൾ ചെയ്യുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഡൈവേഴ്സിഫൈഡ് ആണ്. നയപ്രഖ്യാപന ചർച്ച, നയപ്രഖ്യാപനത്തിൽ നന്ദിപ്രമേയ ചർച്ച, അങ്ങനെയൊക്കെയാണ് സാധനം ഉണ്ടാവുക. രാഷ്ട്രീയം പറയും. അതിൽ ഏറ്റവും രസകരമായി ഹീറ്റഡ് ഡിബേറ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ USSR ജർമ്മനി ഉണ്ടാക്കിയ ഒരു കരാർ, ആ കരാറിനെ കുറിച്ചുള്ള വി ഡി സതീശന്റെ പരാമർശമായിരുന്നു. വി ഡി സതീശൻ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്. കമ്മ്യൂണിസ്റ്റുകൾ എല്ലാ കാലത്തും ഫാസിസത്തെ എതിർക്കുന്ന ആളുകളല്ല. അവരുമായി രഹസ്യസന്ധിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആരോപണം അതായിരുന്നു. ഇന്ത്യയിൽ BJP സർക്കാരുമായി ഒരു ടൈപ്പ് ചെയ്തു എന്നുള്ളതായിരുന്നു ആരോപണം. അപ്പൊ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവരുടെ മുമ്പേ ഇവരങ്ങനെയാണ്, കമ്മ്യൂണിസ്റ്റുകൾ ഇങ്ങനെയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടി പക്ഷേ ദുർബലമായി പോയി എന്നാണ് തോന്നി. ദുർബലമായ ഒരു മറുപടിയായിരുന്നു അതുണ്ടായിരുന്നത്. അപ്പോ അതിപ്പോ ഇന്നിപ്പോ മീഡിയ വണ്ണിൽ നിന്നല്ലെങ്കിലും നമുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായിട്ട് മറുപടി പറഞ്ഞു എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദുർബലമായിരിക്കുമല്ലോ, സ്വാഭാവികം, പ്രത്യേകിച്ച് അജിംസും ഒക്കെ പറയുമ്പോൾ. ഓൺലൈനിൽ വലിയ ഹീറ്റഡ് ഡിബേറ്റ് ആയിരിക്കും അറിയിക്കുന്നത്. സതീശന് ഒരുപാട് പുസ്തകം വായിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ ചരിത്രം അറിയില്ല, അല്പനാണ്, അങ്ങനെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, 2ാം ലോക മഹായുദ്ധത്തിന് തൊട്ടു മുമ്പ് ജർമ്മനിയുമായി USSR കരാറിൽ ഏർപ്പെട്ടത് അത് പിറവിയെടുത്ത ദുർബലമായ USSRനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അവരാക്രമിക്കാതിരിക്കാൻ തന്ത്രപരമായ അടവ് നയമാണ് എന്നാണ്. അത് അടവ് നയമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അടവ് നയം തന്നെയാണ്. പക്ഷെ എല്ലാ അടവ് നയങ്ങളും നമുക്ക് സൈദ്ധാന്തികമായി ന്യായീകരിക്കാനോ ചരിത്രപരമായി അതിനെ പിന്തുണയ്ക്കാനോ ചിലപ്പോൾ കഴിയണമെന്നില്ല. എല്ലാ അടവ് നയങ്ങളും ശരിയാവണമെന്നില്ല. കാരണം അടവ് നയങ്ങൾ പാളിപ്പോകണം. പാളിപ്പോയ നയങ്ങൾ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ റിവൈസ് ചെയ്യും, തെറ്റുപറ്റിയും സമ്മതിക്കും. ഇതിപ്പോ സ്റ്റാലിൻ അങ്ങനെ സമ്മതിക്കാൻ പോകുന്നില്ല. സ്റ്റാലിനെ ഒരു ഐക്കണായി ആരാധിക്കുന്ന പിൽക്കാല കമ്മ്യൂണിസ്റ്റുകൾ മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊന്നും സ്റ്റാലിന്റെ ആ നടപടിയെ വിമർശിച്ച് ഇതുവരെ കണ്ടിട്ടില്ല. സ്റ്റാലിന് മറ്റു പല കാര്യങ്ങളും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തിൽ വിമർശിച്ച് കണ്ടിട്ടുമില്ല.
യഥാർത്ഥത്തില് അതിലെന്താണ് സംഭവിച്ചതെന്ന് വെച്ചാല്, ഒന്ന് അതിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള വിവരം, അതായത് ജനസൈഡ്, ജൂയിഷ് ജനസൈഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ധാരണയിലേക്ക് അവരെത്തുന്നത് എന്നുള്ളതാണ്. അതൊരു ഭയങ്കര പ്രശ്നമാണ്. അപ്പോ അങ്ങനെ ചെയ്തുകൊണ്ട് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ആണ് ഇവര് പരസ്പരം ആക്രമിക്കില്ല എന്നൊരു ധാരണയിൽ രണ്ട് രാജ്യങ്ങളെത്തും. ആ ധാരണയ്ക്ക് രഹസ്യമായ വേറെ കുറെ കാര്യങ്ങളുണ്ട്. പോളണ്ടിന്റെ വിഭജനമാണ്. പോളണ്ടിനെ ഒരു വശത്ത് നിന്ന് സോവിയറ്റ് യൂണിയൻ ആക്രമിക്കുക, മറുവശത്ത് നിന്ന് ജർമ്മനി ആക്രമിക്കുക എന്ന ധാരണയിൽ അവർ എത്തിയിരുന്നു. അങ്ങനെ ആക്രമിക്കുകയും ചെയ്തു. USSR ഇനി പറയാൻ പോണതിലൊക്കെ തന്നെ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. പക്ഷെ ഞാൻ അത് മുഴുവൻ നിങ്ങളോട് പറയുന്നില്ല. കാരണം അതിപ്പോൾ തൽക്കാലം നിങ്ങൾ കേട്ടോണ്ടിരിക്കുക. ബാക്കി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് കൂടി ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാം. ജർമ്മനി ചേർന്ന് പോളണ്ടിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി പപ്പാതി കൈവശം വെച്ചു. ബാൽക്കൻ റീജിയൻ, ഇന്നത്തെ സ്ലോവാക്യ തുടങ്ങിയ പ്രദേശമുണ്ട്. ലിത്വാനിയ, ലാത്വിയ, എസ്തോണിയ അങ്ങനെ തുടങ്ങിയ പ്രദേശങ്ങൾ അതും USSR കൈവശം വെച്ചു. പക്ഷെ ഈ ഒരു ധാരണ വളരെ പെട്ടെന്ന് പൊളിഞ്ഞു. 42-ാമത്തെ എന്താണ് ഈ ധാരണ പൊളിയും USSR ആക്രമിക്കുന്നതിലേക്ക് ഹിറ്റ്ലർ എത്തുകയൊക്കെ ചെയ്തു. അത് വേറെ കാര്യം. പക്ഷെ ഈ ഒരു ധാരണയെ എങ്ങനെയാണ് ചരിത്രപരമായി നമുക്ക് വിശകലനം ചെയ്യാനുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകൾ ഫാഷിസ്റ്റ് വിരുദ്ധരാണ്. അതിലാർക്കും തർക്കമൊന്നുമില്ല. ഫാഷിസത്തെ സൈദ്ധാന്തികമായി തന്നെ എതിർക്കുന്നതാണ്. അത്രയും കൃത്യമായിട്ട് അജിം സമ്മതിച്ചല്ലോ. അത് തന്നെ വളരെ നല്ല കാര്യം. പക്ഷെ എന്നിട്ട് ഇടയിലൂടെ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ കണ്ടോളൂ. ബാക്കിയുള്ള വാക്കുകൾ പറയുന്നു. ജർമ്മനിയുടെ മോചനം തന്നെ ഉണ്ടായത് USSR ചെമ്പടോട് ചെന്നിട്ടാണ്. അപ്പോ അങ്ങനെ സൈദ്ധാന്തികമായി എതിർക്കുന്ന ഒരു ഫാഷിസ്റ്റ് റെജീമിനോട് ഒരു ഭരണം കൊടുത്തവർ എങ്ങനെയാണ് ഒരു ധാരണയിൽ പോകാൻ കഴിയുക, ഒരു അടവനയം സ്വീകരിക്കാൻ കഴിയും? അപ്പോ പിണറായി വിജയൻ പറയുന്നത് പോലെ അതൊരു ദുർബലമായ അവസ്ഥയിലുള്ള ഒരു എങ്ങനെയാണ് അടവ് നയം സ്വീകരിക്കാൻ കഴിയാമെന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളും RSSുമായിട്ട് ചർച്ച നടത്തിയത് എന്നുള്ളത് അജിംസ് ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ അതൊരു അടവ് നയമാണ് എന്നുള്ളത് അജിംസ് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ VD സതീശനെ കൊണ്ടിട്ട് ഞങ്ങൾക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്ന് പറയിച്ചത് എന്ത് അടവ് നയമാണെന്ന് അജിംസ് മനസ്സിലാക്കണം. ഈ അടവ് നയമൊക്കെ മനസ്സിലാക്കി ഇത് മനസ്സിലാക്കാം. മൂന്നാമത് ഏറ്റവും കുറഞ്ഞ വർഷം ഞാൻ പറഞ്ഞു ഇതൊക്കെ മനസ്സിലാക്കിയാൽ അതിൻ്റെ ചെറിയ അടവനയം ചിലപ്പോൾ ഒരു രാഷ്ട്രമല്ല. അത് 1917 രൂപീകരിക്കപ്പെട്ടേ ഉള്ളൂ. അവർ വലിയ പ്രശ്നങ്ങൾ, ആഭ്യന്തരമായിട്ടുള്ള പല പ്രശ്നങ്ങളെയും നേരിടുന്ന സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് അടവുനയം സ്വീകരിക്കേണ്ടി വരും. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ജമാഅത്തെ ഇസ്ലാമി ഇവിടെ എടുക്കുന്ന അടവുനയം എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. എന്നിട്ട് അവരുടെ മുൻ അമീർ വന്നിട്ട് നമ്മളോട് പറയും ജനാധിപത്യം എന്നൊക്കെ നമ്മൾ വെറുതെ പറയും. അതിലൊന്നും കാര്യമില്ല. നമ്മുടെ ഉദ്ദേശം മതരാഷ്ട്രമാണെന്ന് തന്നെ പറയും. അതും അടവുനയമാണെന്നുള്ളത് അജിംസ് മനസ്സിലാക്കണോണ്ടാണ്. USSR സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു അടവ് നയമാണോ? അങ്ങനെയല്ല. ഇപ്പൊ ജർമ്മനി ആ സമയത്ത് 1939 USSR നമ്മൾ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ സോവിയറ്റ് റഷ്യ തന്നെയാണ് സൈനികമായി വലിയ ശക്തി. ഹിറ്റ്ലറുടെ ജർമ്മനിയേക്കാൾ വലിയ ശക്തിയാണ്. പക്ഷെ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അത് തടയാൻ പാകത്തിന് സജ്ജരായിരുന്നു സോവിയറ്റ് യൂണിയൻ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം സ്റ്റാലിൻ ആ സമയത്ത് മറ്റ് പല കുൽസിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുൽസിത പ്രവർത്തനം പാർജിങ് എന്ന് പറയുന്ന കുപ്രസിദ്ധമായ ഇന്റേണൽ ശത്രുക്കളെ, ആഭ്യന്തര ശത്രുക്കളെ ഒതുക്കുന്ന, അവരെ വധശിക്ഷയിലിരിക്കുന്ന, അവരെ ഗുലാഗുകളിൽ അടയ്ക്കുന്ന, നാട് കടക്കുന്ന പണികളിൽ വ്യാപൃതമായിരുന്നു. അതുകൊണ്ട് തന്നെ സോവിയറ്റ് സൈന്യം ഒരു വസ്തുതയായിട്ട് തന്നെ അംഗീകരിക്കുന്നുണ്ട്. 1936 മുതൽ 38 വരെ അത്തരത്തിൽ ഗ്രേറ്റ് പർജ് എന്ന് പറയുന്ന അതിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഒരു ശുദ്ധീകരണ പ്രക്രിയയിൽ. നിരവധി ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട്, ഇല്ലാതാക്കിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് വസ്തുതയാണ്, ചരിത്രമാണ്. പക്ഷെ അതിനൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ ചില കുൽസിത പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതിനു മുമ്പ് പറയുന്ന രണ്ട് വാക്കുകളും കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് റഷ്യ ആണ് വലിയ ശക്തി എന്ന് പറയുന്നു, പക്ഷെ അവർ സജ്ജരായിരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ സജ്ജരായിരുന്നില്ലെങ്കിലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അത് തന്നെയാണ് പിണറായി വിജയനും പറഞ്ഞത്. അത് തന്നെയാണ് ആ പാക്റ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് കാരണം. തീർച്ചയായിട്ടും ഈ ഹിറ്റ്ലർ ആക്രമിച്ചാൽ അത് തടയാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഒരുപക്ഷെ അതായിരിക്കും യഥാർത്ഥത്തിൽ ഇന്റൻഷൻ. പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം ഈ ജൂതവംശഹത്യ എന്നൊരു പ്രശ്നമുണ്ടല്ലോ. ജൂതന്മാരെ കൊലപ്പെടുത്തുന്നു. അതിനോട് പർട്ടിക്കുലറായിട്ട് സോവിയറ്റ് യൂണിയനോ പർട്ടിക്കുലറായിട്ട് മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്ന് നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് പ്രധാനം. ഞങ്ങൾ ഫാഷിസത്തെ എതിർക്കുന്നു, ഞങ്ങൾ ഫാഷിസ്റ്റ് വിരുദ്ധരാണ്, ഞങ്ങൾ മുസോളിനി എതിർക്കുന്നു, ഹിറ്റ്ലറെ എതിർക്കുന്നു. അത് ശരിയാണ്. തിയററ്റിക്കലി പ്രാക്ടിക്കലി അവർ എതിർത്തിട്ടുണ്ട്. ഒരുപാട് കമ്മ്യൂണിസ്റ്റുകൾ അതിനുവേണ്ടി ചെയ്യും. ശ്രദ്ധിച്ച് കേൾക്കണോട്ടെ നിങ്ങൾ. അതായത് ഹിറ്റ്ലറെയും മുസോളിനിയും ഒക്കെ തിയററ്റിക്കലി പ്രാക്ടിക്കലി കമ്മ്യൂണിസ്റ്റുകൾ എതിർത്തിട്ടുണ്ട്. പക്ഷേ അവരുടെ ഒരു ജനോസൈഡിനെ മാത്രമായിട്ട് വേറെ പ്രത്യേകം എതിർക്കണമെന്നാണ് അജിംസ് പറഞ്ഞു തന്നെ. നമുക്ക് എന്തായാലും ബാക്കി കേൾക്കാം. രണ്ട് കാര്യങ്ങൾ
ഇറ്റലിയിലും ജർമ്മനിയിലും കമ്മ്യൂണിസ്റ്റുകളെ വേട്ടയാടിക്കുന്നു, കൊന്നുപിടിക്കുന്നതൊക്കെ ശരിയാണ്. ജൂവിഷ് ഈ പറയുന്ന വംശത്തിൽ ജനസൈഡിൽ അതിനെ പർട്ടിക്കുലറായിട്ട് ഒരു എതിർക്കുകയല്ല ചെയ്യുന്നത്, ആശ്രിതത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇമോഷണലി ഇപ്പം നമ്മൾ രാഷ്ട്രീയമായും സൈദ്ധാന്തികമായ ഒരു കാര്യത്തെ വിമർശിക്കുക, വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ അതിനോട് എത്രമാത്രം ഇമോഷണലി കണക്റ്റഡ് ആണെന്നും. അതായത് ഇവിടെ നമ്മളിപ്പോൾ ഒരു ഫാസിസത്തെ എതിർക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിനെ മൊത്തത്തിൽ എതിർക്കുന്നതല്ല ഏറ്റവും നല്ലത്. അല്ലാതെ അതിന് അടുത്തേക്കുള്ള ഒരു സംഭവത്തെക്കുറിച്ചോ ഒരു കലാപത്തെക്കുറിച്ചോ അതുണ്ടാക്കിയിട്ടുള്ള ഒരു വർഗീയ കലാപത്തെക്കുറിച്ചോ മാത്രം പറഞ്ഞുകൊണ്ടല്ലല്ലോ എതിർക്കേണ്ടത്. അതിനെ ശക്തമായി മുഴുവനായും തന്നെ എതിർക്കണം അജിംസെ. അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഏറ്റവും രൂക്ഷമായ രാഷ്ട്രീയമായ ഒരാൾ വിമർശിക്കുന്നതിൽ നമുക്കത് ഇമോഷണലി കണക്ട് ആകുമ്പോഴാണ് നമുക്ക് ആ രൂക്ഷത കൈവരും. ആ രൂക്ഷത ഈ ജൂവിഷ് ക്വസ്റ്റിനെ കാൾ മാർക്സിനുണ്ടായിരുന്നില്ല. കാൾ മാർക്സിൽ ഈ ഹിംസെൽഫ് പിൽക്കാലത്ത് സ്റ്റാലിനോ യേശുദാസോ ഉണ്ടായിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ജനവിഭാഗത്തെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുക, അവരുമായി ഇനിയിപ്പോ അവരെ ആക്രമിക്കില്ല എന്നുള്ള ഇതിലാണ് ഈ പോലും എങ്ങനെയാണ് ടൈപ്പ് ഉണ്ടാക്കാൻ സാധിക്കുക മറ്റു രാജ്യത്താക്കും. ഇതിനിടയിലൂടെ വളരെ ലളിതമായി പറഞ്ഞു പോകുന്നൊരു വാചകം നിങ്ങൾ കേട്ടോ. അതെന്താണെന്നറിയോ? കാൾ മാർക്സ് ഈ ഹിംസെൽഫ് ആസ് എ ജൂ എന്നാണ്, പിന്നെ പുള്ളി അത് ചെറിയ തെറ്റുപറ്റിയാണ് ഹിംസെൽഫ് ആസ് എ ജൂ. അതൊക്കെ അത് പോട്ടെ, ഇംഗ്ലീഷിലുള്ള മിസ്റ്റേക്ക് അല്ലേ. അപ്പോൾ അത് ആയിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ഈ പറയുന്ന ജൂതന്മാരുടെ ഒരു ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതെപ്പോഴാണെന്ന് കൂടി നിങ്ങൾ അറിയണോട്ടാ. ഈ അഡോൾഫ് ഹിറ്റ്ലറോ അല്ലെങ്കിൽ ജൂതന്മാരെയോ വേട്ടയാടുന്നതിന് മുമ്പ്, അതായത് 10-40 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു നിലപാടുണ്ടായിരുന്നില്ല എന്നാണ് ഇവർ പറഞ്ഞു. അന്ന് നിലനിൽക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള നിലപാടുണ്ടാവുള്ളൂ. ബാക്കിയുള്ളത് കൂടി നമുക്കൊന്ന് കേൾക്കാം. മറ്റൊന്ന്, ഞാൻ അതിനെ ഇന്നത്തെ കാലത്തേക്ക് കൂട്ടി വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാരണം, അന്ന് മാർക്സിന്റെ മുമ്പിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ജൂയിഷ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അന്ന് കാൾ മാർക്സും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളുടെ മുമ്പിലുണ്ടായ ജൂയിഷ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ തന്നെ ഇവർ കൃത്യമായ നിലപാടെടുത്തില്ല. അപ്പോൾ അതേപോലെ തന്നെയുള്ള ഒരു നിലപാടായിരിക്കും ഇവിടെ മുസ്ലിം സമുദായത്തോടും എടുക്കുക എന്നുള്ളതാണ് പുള്ളി പറഞ്ഞു വന്നത്. മനസ്സിലായോ? ആര്? കമ്മ്യൂണിസ്റ്റുകളും ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒക്കെ തന്നെ. മുസ്ലിം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അന്നത്തെ ജൂയിഷ് ക്വസ്റ്റ്യനോട് മാർക്സ് പ്രതികരിച്ച ജൂയിഷ് ക്വസ്റ്റ്യനോട് മാർക്സ് പ്രതികരിക്കുന്ന ഒരു ലേഖനം തന്നെയുണ്ട്. അതിൽ അദ്ദേഹം ജൂതന്മാരെ വിശേഷിപ്പിക്കുന്നത് ജൂതന്മാർ മുതലാളിത്തത്തിന്റെ ആൾക്കാരാണ്, കച്ചവടമാണ് അവരുടെ മണിയാണ് അവരുടെ ദൈവം. അതായത് കാൾ മാർക്സ് ആ ലേഖനം എഴുതുന്നതും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതും 1883 മുമ്പാണ് കേട്ടോ. നിങ്ങൾ ആ വർഷം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. 1843 ഈ പറയുന്ന ഒരു ലേഖനം അദ്ദേഹം എഴുതിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി വേറെയും നിരവധി ലേഖനങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാം. ആ ലേഖനങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് അന്ന് നിലനിന്ന സാഹചര്യം അനുസരിച്ചിട്ട് ജൂതന്മാരെക്കുറിച്ചുള്ള കൺസെപ്റ്റുകൾ അതായിരുന്നു. ഷൈലോക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ പലിശക്കാരനായിട്ടുള്ള ഒരു ജൂതനെയാണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അവരെ വില്ലന്മാരായിട്ട്, കാരണം അവരെന്ത് ചെയ്ത് പണം ഉണ്ടാക്കണമെന്ന് പറയുന്ന ഒരു നോർമൽ നേച്ചർ അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് പരക്കെ പ്രചരിക്കപ്പെട്ടിരുന്ന ഒരു കാലമാണ് എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് ആലോചിക്കണം. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതും ഈ പറയുന്ന പോലെ ജൂതന്മാരെ അഡോൾഫ് ഹിറ്റ്ലർ കൂട്ടക്കൊല ചെയ്യുന്നത് തമ്മിൽ എങ്ങനെയാണ് നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയുക? ഇപ്പം ഇവിടെ തന്നെ അംബേദ്കർ പലവട്ടം മുസ്ലിം സമുദായത്തിലെ പല അനാചാരങ്ങൾക്കുമെതിരെ പല പ്രശ്നങ്ങൾക്കുമെതിരെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ ബാബറി മസ്ജിദ് പൊളിഞ്ഞു വീഴുന്നതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോൾ ആ സമയത്ത് എല്ലാവരെയും, അതായത് ഹിന്ദുക്കളിലെയും മുസ്ലിംസിലെയും ബാക്കിയുള്ള അനാചാരങ്ങളെയും ബാക്കിയുള്ള പ്രശ്നങ്ങളെയും ഒക്കെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു, വിമർശിച്ചിരുന്നു. എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പോൾ എടുത്തു വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളത് മുസ്ലിം വിരുദ്ധമായിരുന്നു അംബേദ്കർ എന്നുള്ളത് പറയാൻ പറ്റുമോ? എന്തൊക്കെയാണ് ഇവർ ഈ പറഞ്ഞു കൂട്ടുന്നത്? ബാക്കിയുള്ളത് കൂടി നമുക്കൊന്ന് കേൾക്കാം. എന്നിട്ട് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. മാർക്സ് തന്നെ ജൂതനായിരിക്കും തന്നെ ജൂതന്മാരെ പറ്റി വളരെ സ്റ്റീരിയോടൈപ്പ് ആയിട്ടുള്ള ഒരു പരാമർശം പിൽക്കാലത്ത് റോസ ലക്സംബർഗിനെ പോലുള്ളവർ അതിനെ വിമർശിക്കുന്നുണ്ട്. ഇത് തെറ്റാണ് കേട്ടോ. റോസ ലക്സംബർഗ് എനിക്കറിയില്ല, ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ തന്നെ വൈകിയതിൻ്റെ കാര്യം റോസ ലക്സംബർഗ് ഈ ജൂയിഷ് ക്വസ്റ്റ്യൻ്റെ പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ വിമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിയുന്നത്. ബാക്കി തെളിവുകളുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ, നമുക്ക് അന്നേരം നോക്കാം. പക്ഷേ ഇതൊക്കെ വെറുതെ വാചകം അടിച്ചുകൊണ്ട് വിടുകയാണെന്നാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. ട്രോട്സ്കി അതിനെ വിമർശിക്കുന്നുണ്ട്. ആ വിശേഷണം ശരിയാണ്, ഒരു ആന്റിസെമിറ്റിക് വിശേഷണമെന്ന് പറയുന്നത്. ഇനി സ്റ്റാലിൻ തന്നെ, ജോസഫ് സ്റ്റാലിൻ തന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കാലത്ത് പിന്നീടും
ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ വായിച്ചൊരു ലേഖനം, വി.ഡി. സതീശൻ സ്റ്റാലിനെ മനസ്സിലാക്കിയില്ലെങ്കിൽ നെഹ്റുവിനെ വായിക്കണം എന്ന് പറയുന്നത്. നെഹ്റു, ഈ സ്റ്റാലിൻ മരിച്ച നെഹ്റു പാർലമെന്റിൽ നടന്നൊരു അനുശോചന പ്രസംഗമുണ്ട്. അത് വളരെ ആറ്റിക്കുറിക്കുകയും വളരെ സൂക്ഷിച്ചു അദ്ദേഹം അദ്ദേഹം ഒരിക്കലും സ്റ്റാലിനെ, അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഒരിക്കലും സ്റ്റാലിനെ അദ്ദേഹം വാഴ്ത്തുകയോ സ്റ്റാലിന്റെ നയങ്ങളെ പിന്തുണയ്ക്കുകയോ ചെയ്തിട്ടില്ല. ജവഹർലാൽ നെഹ്റു പറയുന്ന അദ്ദേഹം ഒരു കൊളോസിയൽ ലീഡറായിരുന്നു. അദ്ദേഹം ലോകഗതിയെ സ്വാധീനിച്ച ഒരു വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അനുശോചന പ്രസംഗമാണ്. അല്ലാതെ സ്റ്റാലിനിസത്തെയോ സ്റ്റാലിൻ രാഷ്ട്രീയ നിലപാടുകളോ അദ്ദേഹം ഒരിക്കലും പിന്തുണച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് നെഹ്റുവിനെ വായിക്കണം സ്റ്റാലിനെ മനസ്സിലാക്കാൻ എന്ന് ഈ ഫേസ്ബുക്കിൽ ആളുകൾ എഴുതുന്നത് മനസ്സിലാവുന്നില്ല. സ്റ്റാലിനെ സംബന്ധിച്ച് സ്റ്റാലിന്റെ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിസം തിയറിറ്റിക്കലായിട്ട് അദ്ദേഹം നടപ്പാക്കുന്നുണ്ട്. പിൽക്കാലത്ത് അദ്ദേഹം ജൂതവിരുദ്ധം എന്ന് നമുക്ക് തോന്നാവുന്ന നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ജൂവിഷ് ആന്റി ഫാസിസ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ തന്നെ. തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞിട്ട്, ഇത് ആകെ പെട്ടെന്നൊരാൾ കേൾക്കുമ്പോൾ വാക്കുകൾ ബൈ വാക്കുകൾ നമ്മൾ നിർത്തി ആലോചിച്ചിട്ടല്ലാതെ കേൾക്കുകയാണെങ്കിൽ തോന്നാൻ പോകുന്ന ഒരാകത്തുക എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആകത്തുക എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ തന്നെ കാൾ മാർക്സും അടക്കം ഈ പറയുന്ന അഡോൾഫ് ഹിറ്റ്ലർ നടത്തിയിട്ടുള്ള കൂട്ടക്കൊലകളെ പോലും അവർ എതിർത്തിട്ടില്ല എന്ന് പറയുന്ന ഒരു തോന്നലുണ്ടാക്കാൻ വളരെ ബ്രില്യൻ്റായി വാക്കുകളടക്കം തിരികെ കയറ്റി നടത്തുക എന്നൊരു പരാമർശമാണിത്. യഥാർത്ഥത്തിൽ അജിംസിന് വേണമെങ്കിൽ ആയിരിക്കാം, ഞാൻ അങ്ങനെ കാൾ മാർക്സിനെ ഈ കൂട്ടത്തിലേക്ക് പെടുത്തിയിട്ടില്ലാന്ന്. ഇനി വളരെ ലളിതമായിട്ടൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഇതിൻ്റെ കാര്യം പൂർണ്ണമാകും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാൾ മാർക്സ് ജീവിച്ചിരുന്ന എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയോ? 1818 മുതൽ 1883 വരെയാണ് കാൾ മാർക്സ് ജീവിച്ചിരുന്നത്. അഡോൾഫ് ഹിറ്റ്ലർ ജീവിച്ചിരുന്നത് എത്ര വർഷം, ഏത് വർഷമാണെന്ന് നിങ്ങൾക്കറിയാം? അദ്ദേഹം ജനിച്ചത് തന്നെ 1889 20 ഏപ്രിൽ, അതായത് ഏപ്രിൽ 20 1889 അദ്ദേഹം ജനിക്കുന്നത്. മരിക്കുന്നത് 30 ഏപ്രിൽ 1945. ഇതിനിടയിൽ ഈ പറയുന്ന പോലെ ഹോളോകോസ്റ്റ് ഉണ്ടാകുന്നതും ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നുകളയുന്നതും ഒക്കെ എപ്പോഴാണെന്ന് നമുക്കറിയാം. അതായത് ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഏറ്റവും ആദ്യമേ തന്നെ ഈ ജൂതന്മാരെ എതിർക്കുകയോ അവരുടെ ഇടക്കുള്ള പ്രശ്നങ്ങളെ തുറന്നു കാണിക്കുകയൊന്നും കാൾ മാർക്സ് ചെയ്യാൻ പാടില്ലായിരുന്നു. കൂടാതെ ഇവരെയൊക്കെ എതിർക്കേണ്ടതായിരുന്നു എന്ന് പറയുന്ന ധാരണ മൊത്തത്തിൽ ഇവരെങ്ങനെയാണ് വളരെ തന്ത്രപരമായി അതിനകത്ത് അടക്കി വെച്ചേക്കണത് എന്നുള്ളത് എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം. കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക കാൾ മാർക്സും ഈ പറയുന്ന പോലെ അഡോൾഫ് ഹിറ്റ്ലറൊക്കെ ഒരേ സമയത്ത് ജീവിച്ചിരുന്നു. ആ കാലഘട്ടങ്ങളിൽ കാൾ മാർക്സ് ഇതിനെ എതിർത്തിട്ടില്ല എന്നുള്ളത് തോന്നും. എൻ്റെ പൊന്ന അജിംസെ, അദ്ദേഹം ജനിക്കുന്നതിനും 6 കൊല്ലം മുമ്പേ മരിച്ചുപോയ ഒരാളാണ് കാൾ മാർക്സ്. അപ്പോൾ അന്ന് നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടും അനുസരിച്ചിട്ടും മാത്രമല്ലേ അദ്ദേഹത്തിന് ഒരു ജൂയിഷ് ക്വസ്റ്റ്യനിലോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ പ്രത്യേകിച്ച് ഒരു ജൂതൻ തന്നെയായിട്ടുള്ള കാൾ മാർക്സിന് നിലപാടെടുക്കാൻ പറ്റൂ. അങ്ങനെ തന്നെയല്ലേ നിലപാടെടുക്കാൻ പറ്റൂ. നാളെ ശ്രീനാരായണ ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പറയുന്ന പോലെ ഹിന്ദു മതത്തിൽ ചില അനാചാരങ്ങൾക്കെതിരെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ചുപോയി 50 കൊല്ലത്തിന് ശേഷം ഹിന്ദു മതത്തിലുള്ള ആളുകളെ ആരെങ്കിലും കൂട്ടക്കൊല ചെയ്താൽ അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല എന്ന് അർത്ഥമാക്കുന്ന രീതിയിൽ പറയുന്നത് പോലും എന്തൊരു മര്യാദകേടാണ് എന്നുള്ളത് അജിംസ് ഒന്ന് ആലോചിച്ച് നോക്ക്. ആലോചിക്കില്ല. അജിംസൊക്കെ ഇത് വീട്ടിൽ നിന്ന് രാവിലെ അവിടെ നിന്ന് കൃത്യമായി കുത്തിയിരുന്ന് പഠിച്ച് വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്നതാണ്. കാരണം ഇത് ഏതാണ്ട് അവരെ കേൾക്കുന്ന ഒരു പകുതി മുക്കാലോളം പേരും അത് വിശ്വസിക്കും. കൂടാതെ ഇതാണ് ഈ പറയുന്ന പോലെ ജൂതന്മാരോട് ചെയ്തിരുന്നതെങ്കിൽ ഏതാണ്ട് അതേപോലെ തന്നെ ഇന്ത്യൻ വേർഷനിൽ മുസ്ലിം സമുദായത്തോടുമൊക്കെ ഇതേപോലെയുള്ള നിലപാടുകളായിരിക്കും കമ്മ്യൂണിസ്റ്റുകൾ എടുക്കുക എന്നുള്ളത് വരുത്തി തീർക്കാനാണ് ഈ പാൻറ് ഷർട്ടും ഷൂ ഇട്ട് വന്ന് ഈ പറയുന്ന പോലെ ഈ ഉദ്ദണ്ഡന്മാർ ഇത്തരത്തിലുള്ള ചവിട്ട് നാടകം കളിക്കുന്നത്, ആളെ പൊട്ടനാക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന യഥാർത്ഥ ഈ പറയുന്ന പോലെ ഉത്തമമായിട്ടുള്ള മാധ്യമധർമ്മം. നമോ വാഗം.